നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 471 ദിവസങ്ങൾക്ക് ശേഷം അവർ സ്വന്തം മണ്ണിലേക്ക് മടങ്ങിയെത്തി. 3 അമ്മമാരുടെ കാത്തിരിപ്പിന് വിരാമമായി. മടങ്ങിയെത്തിയ പ്രിയപ്പെട്ട മക്കളെ ആ അമ്മമാർ ചേർത്ത് പിടിച്ചു. റോമി ഗൊനെൻ, ഡോറോൺ സ്റ്റെയിൻബ്രെച്ചർ, എമിലി ദമാരി എന്നിവരാണ് ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് വിട്ടയച്ചത്. മടങ്ങിയെത്തുമെന്നുള്ള പ്രതീക്ഷകൾ അസ്തമിച്ചു തുടങ്ങിയപ്പോഴും ആ അമ്മമാർ പരിശ്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. റോമിയുടെ അമ്മ മീരവ് സ്വന്തം മകൾക്ക് വേണ്ടി മാത്രമല്ല, ബന്ദികളാക്കപ്പെട്ട എല്ലാവരെയും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു UN മനുഷ്യാവകാശ സംഘടനയെ സമീപിച്ചത്. 15 മാസത്തിന് ശേഷം ഹമാസിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ 3 ഇസ്രായേലികൾക്ക് പുതുജീവിതമാണ് നൽകിയത്. ഗാസയിലെ സംഘർഷം അവസാനിപ്പിച്ച് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെയാണ് ബന്ദികളാക്കിയ 3 യുവതികളെ ഞായറാഴ്ചയാണ് ഹമാസ് മോചിപ്പിച്ചത്. ഈ ബന്ദികളെ ഇസ്രായേലിൽ കൈമാറുന്നതിനിടെ ഹമാസ് ഭീകരർ അവരുടെ പക്കൽ ഏൽപ്പിച്ച ഗിഫ്റ്റ് ബാഗ് എന്ന് വിശേഷിപ്പിക്കുന്ന കവറാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 15 മാസത്തെ തടവിന്റെ സ്മരണയ്ക്കായാണ് ഹമാസ് ഗിഫ്റ്റ് ബാഗ് നൽകിയത്. തടവിലുള്ള സമയത്തെ ഫോട്ടോകളും ഗാസ നഗരത്തിന്റെ ഫോട്ടോയും ഒരു സർട്ടിഫിക്കറ്റുമാണ് ഗിഫ്റ്റ് ബാഗിൽ ഉണ്ടായിരുന്നത്. ക്രൂരതകളുടെ ദിനങ്ങളെ ഓർമ്മിപ്പിച്ചെടുക്കാൻ ഹമാസ് ഭീകരർ നൽകിയ വലിയ സമ്മാനം മറക്കാൻ ശ്രമിക്കുന്ന ദിനങ്ങൾ ഓർത്തെടുക്കാനാണ് സമ്മാന കവർ നൽകിയത്. അവ സ്വീകരിക്കാതെ യുവതികൾക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് മൂവരും പേപ്പർ ബാഗ് വാങ്ങിയത്. ഇതിന്റെ ദൃശ്യങ്ങളും വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഹമാസിന്റെ നീച പ്രവൃത്തിയെ ക്രൂരതയുടെ പുതിയ നിർവചനം എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കമന്റ്. ഹമാസ് ഭീകരർ മാനസിക രോഗികളാണെന്നും പലരും അഭിപ്രായപ്പെട്ടു. എന്നാൽ ഹമാസ് അനുകൂലികൾ ഇതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു. 28-കാരി എമിലി ദമാരി, 24-കാരി റോമി ഗൊനെൻ, 31-കാരി ഡോറൻ സ്റ്റെയിൻബ്രെച്ചർ എന്നിവരെയാണ് ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ വിട്ടയച്ചത്. 471 ദിവസം നീണ്ട ദുരിത ജീവിതത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി മൂവർക്കും കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ളവ നൽകി വരികയാണ്. ബന്ദികളെ വിട്ടയക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ 3 പേരെയാണ് മോചിപ്പിച്ചത്. ഇസ്രായേൽ അധിനിവേശ പ്രദേശമായ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന പലസ്തീൻ തടവുകാർക്കായി നിരവധി ബസ്സുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ നേരത്തെ തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി 3 മണിക്കൂർ വൈകിയാണ് ഹമാസ് തടവിലുള്ള ഇസ്രായേലുകാരെ മോചിപ്പിച്ചത്. അതിന് തൊട്ടുമുമ്പ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ശക്തമായ തോതിൽ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് പലസ്തീൻ ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നത്. 2019 വെസ്റ്റ് ബാങ്കിന് സമീപം നടന്ന തീവ്രവാദി ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരനായിരുന്ന സക്രിയ സുബൈദിയും വിട്ടയക്കപ്പെടുന്ന ഹമാസ് തീവ്രവാദികളിൽ ഉൾപ്പെടുന്നു. 2002 വെസ്റ്റ് ബാങ്കിൽ നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ട കേസിലും ഇയാൾ മുഖ്യപ്രതിയായിരുന്നു. ഇതുകൂടാതെ ഗിൽബാവോയിലെ ജയിൽ തകർത്ത 5 പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ച സംഭവത്തിന് പിന്നിലും സക്രിയ സുബൈദിയായിരുന്നു. എന്നാൽ ഇയാൾ പിന്നീട് പിടിയിലായിരുന്നു. 1996 ഇസ്രായേലിൽ 2 ബസ്സുകളിലായി നടന്ന ബോംബാക്രമണങ്ങളിൽ 45 പേർ കൊല്ലപ്പെട്ട കേസിലും 48 ജീവപര്യന്ത ശിക്ഷകൾ ഒരുമിച്ച് ലഭിച്ച മഹ്മൂദ് അബു വാർദിയും മോചിപ്പിക്കപ്പെടും.